Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ഒടുവിൽ 9ാം നാളിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ദുർഗിൽ കണ്ടത് ക്രെഡിറ്റിനു വേണ്ടിയുള്ള നെട്ടോട്ടം. ഇല്ലാത്ത മതപരിവർത്തന കുറ്റം ചുമത്തി ജയിലിലിട്ടത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. അതും പോരാഞ്ഞ് മനുഷ്യക്കടത്ത് കുറ്റവും കൂട്ടിച്ചേർത്തത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. സെഷൻസ് കോടതിയിൽ നിന്ന് NIA കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെട്ടതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ജാമ്യം കൊടുക്കരുത് എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന് പിന്തുണ നൽകുന്ന ബജ്രംഗ് ദൾ. ഗുരുതര കുറ്റമെന്നാരോപിച്ചത് BJPയുടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി. ഇന്നുപോലും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചത് ഛത്തീസ്ഗഡിലെ BJP. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കെതിരെ നിലപാടെടുക്കുന്നത് കേരളത്തിലെയും സംഘപരിവാറിന്റെ സംഘങ്ങൾ. അറസ്റ്റ് ചെയ്തതും നിങ്ങൾ, ജാമ്യം നിഷേധിച്ചതും നിങ്ങൾ, ഒടുവിൽ ജാമ്യം കിട്ടിയപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ഓടി വരുന്നതും നിങ്ങൾ. ലജ്ജയില്ലേ ക്രെഡിറ്റ് എടുക്കാൻ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കിപ്പം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് പ്രതിനിധി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP പ്രതിനിധി, ഫാദർ ടോം ഓലിക്കരോട്ട് സീറോ മലബാർ സഭ PRO, റൈജി സിജോ കന്യാസ്ത്രീയുടെ സഹോദരി നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ റൈജി സിജോയിലേക്ക് പോകുന്നു. റൈജി സിജോ, ഒരു താൽക്കാലിക ആശ്വാസമായല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഒരു താൽക്കാലിക ആശ്വാസമാണ്. എങ്ങനെ കാണുന്നു ഈ വിധിയെ? ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. കാരണം ഞങ്ങള് ഈ ഒരു 9 ദിവസമായിട്ട് തീർന്ന് ജീവിക്കുകയാണെന്ന് പറയാം. ഒരു പ്രാവശ്യം പറയും, ഞങ്ങൾ തിങ്കളാഴ്ച ജാമ്യം പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് സമർപ്പിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സെഷൻ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ജാമ്യം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ NIA കോടതിയിലേക്ക് വെക്കാൻ പറഞ്ഞു. നമ്മൾ അത് വെച്ചു. അപ്പൊ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോഴും കിട്ടിയില്ല. പക്ഷെ ഇന്ന് ജാമ്യം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത്, കാരണം സത്യം ജയിക്കുക തന്നെ ചെയ്യും. എത്ര മൂടി വെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരും എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അത് കൂടാതെ തന്നെ ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു കേരളത്തിലെ ഒരു ജനത മൊത്തം ഒരു രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമുക്ക് ഒപ്പം നിന്നു. നമ്മുടെ സിസ്റ്റേഴ്സിനൊപ്പം നിന്നു, അവർക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടി. ഞങ്ങൾക്കറിയാം ഇതൊരു താൽക്കാലിക ആശ്വാസമാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ നീതി കിട്ടുക തന്നെ വേണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് FIR റദ്ദാക്കുക എന്നാണ്. അപ്പൊ അതിന് ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇതൊരു ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. റൈജി സിജോ, ഇന്നിപ്പോ ജാമ്യം കൊടുത്ത വിധിയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം കൊണ്ട് മാത്രമാണ് കേസെടുത്തത് എന്നാണ്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പരാമർശമാണ്. പക്ഷേ കേസ് കിടക്കുന്നത് NIA കോടതിയിലാണ്. 2 ആഴ്ച കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുകയും ഒപ്പുവെക്കുകയും വേണം. ജീവിതത്തിൽ ഇന്നോളം റൈജി സിജോ, നമ്മളുടെ സഹോദരിമാർ, അതായത് ഈ പ്രീതി സിസ്റ്റർ ആവട്ടെ, വന്ദന സിസ്റ്റർ ആവട്ടെ, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ കയറിയിട്ടേ ഇല്ലല്ലോ. ഇനി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കുറ്റവാളികളെ പോലെ ഈ വേഷം ധരിച്ചവർ ജയിലിൽ പോയി ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ആശങ്കപ്പെടുത്തുകയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നില്ലേ നിങ്ങളെ? ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഏത് ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സംശയാസ്പദമായിട്ട് ഏത് നിരപരാധികളെയും നമുക്ക് ശിക്ഷിക്കാമെന്നും കോടതിയിൽ ഹാജരാക്കി ഇതുപോലെ റിമാൻഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇത്ര ദിവസം കിടത്താമെന്നുമാണ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതിൽ നിന്ന്. അതൊരിക്കലും പാടില്ല. ഇപ്പൊ ഞാൻ സിസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒത്തിരി അസുഖമുള്ളവരാണ്. എന്റെ ചേച്ചിക്കാണെങ്കിൽ ആർത്രൈറ്റീസ് ഉണ്ട്, 6 മന്ത് കൂടുന്ന റിവ്യൂ ഉണ്ട്, മെഡിസിൻ എടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ അവരൊരു സമർപ്പിത ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇത്ര സഹനങ്ങളൊക്കെ ഉണ്ടാകും എന്നറിയാം. പക്ഷെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ ഇത്ര വലിയ കുറ്റങ്ങളൊന്നും അല്ലല്ലോ ചെയ്തത് സർ. നമുക്കൊരു ഇപ്പൊ 20 ദിവസം കൂടുമ്പോൾ പോയി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവര് രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഇത്രയധികം ഈ ഒരു 9 ദിവസം അവർ ജയിലിൽ കിടന്നത് തന്നെ നമുക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ നിയമമായിട്ട് ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ഞങ്ങളുടെ കന്യാസ്ത്രീമാർക്ക്, ഞങ്ങളുടെ ചേച്ചിമാർക്ക് ഉണ്ടായ ഒരു സംഭവം വേറെ ആർക്കും
നമ്മുടെ ഇന്ത്യയിൽ വേറൊരാൾക്കും വരരുത്. റൈജി അതിന് സിജോ, ഞങ്ങൾ ഇന്ന് നിയമമായിട്ട് KCBCയുടെ അധ്യക്ഷൻ കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല, ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതുകൊണ്ട് വിഷയം പരിഹരിക്കപ്പെടുന്നില്ല. സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണം വേണം. BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളോട് സഭയെടുത്തിരിക്കുന്ന നിലപാട് ഞങ്ങൾക്ക് ഇന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഓടിക്കൂടിയവരെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് റൈജി സിജോ? ഞാൻ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും LDFന്റെ നേതാക്കളാണെന്നുണ്ടെങ്കിലും സഭാധ്യക്ഷന്മാരാണെങ്കിലും എല്ലാവരും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ MLA അങ്കമാലി MLA മിസ്റ്റർ റോജി M. ജോൺ ഒരു നേതാവ് എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലെ ചേട്ടൻ ഈ ഒന്നിനും ഒരു തീർപ്പ് ആകാതിരുന്നപ്പോൾ ചേട്ടൻ ഛത്തീസ്ഗഡിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളോ ഒരു ഭാഷയോ അറിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ഇതൊക്കെ കണക്കിലെടുത്ത് MLA ആദ്യം അവിടെ എത്തി. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ചെല്ലേണ്ട സമയത്ത് ഒരു കാറൊക്കെ അറേഞ്ച് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ആള് കൊണ്ടുപോയി. ഇത്രയും നേരം വരെ ഈ ഒരു ജാമ്യം കിട്ടുന്നത് വരെ ഞങ്ങളുടെ ഒപ്പം നിന്നു. ഞങ്ങളുടെ ഒരു സഹോദരനായിട്ട് ചേട്ടൻ ഏത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഒരു സഹോദരനായിട്ട്. ഞാനൊന്ന് പറയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, ഈ ഒരു പ്രശ്നം വേണമെങ്കിൽ നമുക്ക് തേഞ്ഞു മാഞ്ഞു പോകാമായിരുന്നു, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകാമായിരുന്നു. പക്ഷേ ഇത്രയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ മാധ്യമ പ്രവർത്തകരും സഭയൊക്കെ ഒന്നടങ്കം ഏറ്റെടുത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് ഇത്രയും പെട്ടെന്നല്ല ഇത്രയും ഒരു നീക്കുപോക്കുണ്ടായി. അത് വളരെ കാര്യമാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അറിയാത്തതും അറിയുന്നവരുമായിട്ടുള്ള ഒത്തിരി പേര് ഈ ഒരു പ്രശ്നം ഇതുപോലെ. എനിക്ക് പറയാനുള്ളൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രശ്നത്തിനും നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് നീതി നേടിയെടുക്കാം. ഞാൻ തിരിച്ചു വരാം റൈജി. ഇപ്പോൾ ഫാദർ ടോം ഓലിക്കരോട്ട് കൂടിയുണ്ട്. ഫാദർ ടോം ഓലിക്കരോട്ട് സീറോ മലബാർ സഭ PRO ആണ്. ഫാദർ, നിലവിൽ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇല്ലാത്ത കുറ്റത്തിൻ്റെ പേരിൽ സംശയം മാത്രം കൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തത് എന്ന് ഈ ജാമ്യ വിധിയിലുണ്ട്. പക്ഷെ അവരിനി ഓരോ 2 ആഴ്ച കൂടുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് കൊടുത്ത് അവർ ഹാജർ വെച്ച് തിരിച്ചു വരണം. ഒന്നാലോചിച്ച് നോക്കൂ, വൈദിക വേഷത്തിൽ അല്ലെങ്കിൽ പുരോഹിത വേഷത്തിൽ കന്യാസ്ത്രീ വേഷത്തിലൊക്കെ ഒരു ജയിലിൽ പോയി കുറ്റവാളി എന്ന മട്ടിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരേണ്ടി വരുന്ന ഇവരുടെ അവസ്ഥ അത് ആശങ്കയുണ്ടാക്കുന്നില്ലേ? നമ്പർ 1. നമ്പർ 2, എത്രയും പെട്ടെന്ന് ഈ കേസ് ക്വാഷ് ചെയ്യുകയല്ലേ ആവശ്യം? ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കത്തോലിക്ക സഭയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നൊവേന അല്ലെങ്കിൽ നവനാളം എന്നറിയപ്പെടുന്നു. ഞാൻ പറയുകയാണ്, നമ്മുടെ 2 സഹോദരിമാർ സന്യസ്തർ കഴിഞ്ഞ 9 ദിവസങ്ങളായിട്ട് നമ്മുടെ മതേതര ഭാരതത്തിന് ബാധിച്ച മാരകമായ വർഗീയതയുടെ രോഗം സുഖപ്പെടുന്നതിന് വേണ്ടി ദുർഗ സെൻട്രൽ ജയിലിലെ കാരാഗ്രഹത്തിൽ ഒരു നവനാൾ പ്രാർത്ഥനയിലായിരുന്നു. അവരിന്ന് ജയിൽ മോചിതരായി. ആ പ്രാർത്ഥന, അവരുടെ തടവുകാലം, ഈ ഒരു ജീവിതം ഭാരതത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് മാറുമെന്നുള്ള വലിയൊരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു വാക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേരിലുള്ള ഒരു കൃതജ്ഞത അറിയിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്, നേതാക്കന്മാരോട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അവരുടെ ഇടപെടലുകൾക്ക്, സഹായത്തിന് ആ കുടുംബാംഗങ്ങളോട് ചേർന്ന് നന്ദി പറയുന്നു. അതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ആരംഭം മുതൽ റിപ്പോർട്ടർ TV ഒക്കെ ആണെങ്കിൽ അവിടെ വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ അവിടെ മാധ്യമ പ്രവർത്തകരെ അവിടേക്ക് അയക്കുകയും ഈ 9 ദിവസങ്ങൾ നിങ്ങൾ ഈ ഒരു വിഷയം ദേശീയ ശ്രദ്ധയിൽ തന്നെ നിലനിർത്തി. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായിട്ടുള്ള മാധ്യമം ആ ഒരു വലിയ ജാഗ്രത കാണിച്ചതുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നിതാന്ത ജാഗ്രതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഒരു പൊതുസമൂഹമുണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു വിഷയമായിട്ടല്ല അവർ പരിഗണിച്ചത്, മറിച്ച് ഇത് ഭാരതത്തിൻ്റെ മതേതരത്വത്തിന്, യശസ്സിന് മങ്ങലേറ്റ ഒരു സംഭവമായിട്ട് കരുതി ആ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചില കുറിപ്പുകളിലൂടെ കണ്ടു. എഴുത്തുകാരനായ KS രതീഷിൻ്റെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ, നിങ്ങൾ ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ നിലപാടുകളിലൂടെ നമ്മളത് കണ്ടു. ആ നിലപാടുകൾ, അഭിപ്രായങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ പരിച്ഛേദമായിരുന്നു. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഡോക്ടർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പോരാട്ടം
ഇവിടെ അവസാനിക്കുന്നില്ല. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നു. നമുക്ക് നീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നീതി ലഭിച്ചിട്ടില്ല. ആശ്വസിക്കാം, പക്ഷേ സന്തോഷിക്കാനുള്ള വഴി ഇനിയും അകലെയാണ്. കാരണം ഭാരതീയ ന്യായ സംഹിതന്റെ 143 വകുപ്പ് പ്രകാരവും അതുപോലെ 1968 മതപരിവർത്തന നിരോധന ബില്ലിന്റെ സെക്ഷൻ പ്രകാരമൊക്കെയുള്ള കേസുകൾ അവശേഷിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ NIA കോടതിയിലാണ്. 50,000 രൂപയും ആൾജാമ്യവും പാസ്പോർട്ടും ഒക്കെ അടക്കം കെട്ടിവെച്ചിട്ടാണ് അവർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വളരെ സങ്കീർണമായ നിയമ നടപടികൾ അവർക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്, ഇത് വളരെ ദുരുപദിഷ്ഠിതമായി ചമയ്ക്കപ്പെട്ട ഒരു കുറ്റപത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സീറോ മലബാർ സഭയുടെ ഭാരതത്തിലെ പൊതുസമൂഹത്തോട് ചേർന്നിട്ടുള്ള ആദ്യത്തെ ആവശ്യം, നിങ്ങളുടെ എല്ലാം പിന്തുണ ചോദിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആവശ്യം, ഈ കുറ്റപത്രം തികഞ്ഞ ദുരുപദിഷ്ഠിതമായ രാഷ്ട്രീയ ലാക്കുള്ള വർഗീയ ശക്തികളുടെ പ്രേരണയ്ക്ക് വശംവദമായിട്ടുള്ള ഈ കുറ്റപത്രം റദ്ദ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. രണ്ടാമത്, നീതി ഉറപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ 9 ദിവസങ്ങൾ നിരപരാധികളായ 2 സന്യസ്തർ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരൻ, അവർ ജയിലിലായിരുന്നു. അവർ നന്മ ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത കാര്യം. ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഏകദേശം 400ഓളം കുഷ്ഠരോഗികൾ, എയ്ഡ്സ് രോഗികൾ, ക്ഷയരോഗികൾ, ഇങ്ങനെയുള്ള ആളുകളെ ശുശ്രൂഷിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഈ സിസ്റ്റേഴ്സ് അവിടെ നടത്തിയിട്ടുണ്ട്. ഇവർ 2 പേരും ഫാർമസിസ്റ്റുകളാണ്. ഒരു മൊബൈൽ ഫാർമസി എന്ന് വേണമെങ്കിൽ പറയാം. മരുന്ന് പെട്ടികളുമായി ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു ചെന്ന് ഈ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിച്ച മനുഷ്യരെയാണ് 9 ദിവസം ഒരു ഗവൺമെന്റ്, അതിന്റെ പോലീസ്, നിയമ സംവിധാനങ്ങൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത്. നീതി ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അനീതിക്ക് കാരണക്കാരായ എല്ലാ സംവിധാനവും, ഗവൺമെന്റിന്റെ സിസ്റ്റം ആവട്ടെ, അതിനെ ആരവം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളാവട്ടെ, അതിൻ്റെ പ്രവർത്തകരാവട്ടെ, അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ 2 കാര്യങ്ങൾ ഉറപ്പാകുമ്പോഴാണ് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ട ഒരു പരിതോവസ്ഥ ഉത്തരേന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഉറപ്പാകുമ്പോഴാണ് നമുക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, മതേതര സമൂഹത്തിന്റെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ലക്ഷ്യം കാണുന്നത് വരെ നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പൊതുസമൂഹത്തിന്റെ ഒരു സർവ്വ മനസ്സോടുകൂടിയുള്ള പിന്തുണ ഇവിടെ അഭ്യർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ഫാദർ ടോം ഓലിക്കരോട്ട്, യഥാർത്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് ജയിലടക്കപ്പെട്ടത് ഭരണഘടനയാണ് എന്നാണ്. വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ തടവിലാക്കപ്പെട്ടത് 9 ദിവസമായി ദൈവത്തിൻ്റെ മാലാഖമാരാണ് എന്നുള്ളതാണ്. അവരുടെ പ്രവൃത്തികൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കണ്ടു. ആ ചിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതി തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉല്ലാസ് ബാബു അങ്ങുകൂടി കേൾക്കാനാണ്. അങ്ങ് ഒരുപക്ഷെ ആ ഓർഡർ വായിച്ചിട്ടുണ്ടാകും. കന്യാസ്ത്രീകൾക്ക് മുൻകാല കുറ്റകൃത്യമില്ല. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് ഈ കേസെടുക്കാൻ പര്യാപ്തം. മതപരിവർത്തനത്തിനോ മനുഷ്യക്കടത്തിനോ അല്ല കന്യാസ്ത്രീകൾക്കൊപ്പം യുവതികൾ പോയത്. ഇക്കാര്യം യുവതികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തം. കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ കുട്ടിക്കാലം മുതൽ ക്രിസ്തുമത വിശ്വാസികൾ. കുറ്റകൃത്യം നിലനിൽക്കുമോ എന്നത് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്ന് കോടതി. ഇതാണ് ഉല്ലാസ് ബാബു ഇന്ന് വിധിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. ദൈവത്തെ തന്നെ തടങ്കലിലടച്ച 9 ദിനങ്ങൾ കടന്നു പോകുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇവരെ തടങ്കലിലാക്കിയത് ഛത്തീസ്ഗഡിലെ BJP സർക്കാരിൻ്റെ പോലീസാണ്. ജാമ്യം ആദ്യം നിഷേധിച്ചത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ പറഞ്ഞത് പ്രകാരം പ്രോസിക്യൂഷനാണ്. പിന്നീട് LIA കോടതിയിലേക്ക് മാറ്റിയതിന് പിന്നിലും അതേ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷനാണ്. ഇപ്പോൾ ഇതാ ജാമ്യം ആദ്യം നിഷേധിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നലെ ഫോർമലായ ഒരു ഒബ്ജക്ഷൻ കൊടുത്തതും അതേ പ്രോസിക്യൂഷനാണ്. ഇതാ ഇപ്പോൾ ഈ കോടതി വിധി വായിക്കുകയാണെങ്കിൽ ഒരു തെളിവുമില്ലാത്ത ഒരു കേസിൽ സ്വാഭാവികമായി ജാമ്യം കിട്ടിയവർ പുറത്തു വരുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയാണോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വിശദമായിട്ട് മറുപടി പറയാനുണ്ട്. ഒന്ന്, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാക്കുകൾ മനോഹരമായി ചില്ലുകൂടാരത്തിലിരുന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണാജനകമാകാതിരിക്കില്ല എന്ന യാഥാർത്ഥ്യം ബഹുമാനനായിട്ടുള്ള അങ്ങയോട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, 2021 ഇതേ സ്ഥലത്ത് 5 പള്ളിയിലച്ചന്മാരെ ജയിലിലേക്ക് 11 മാസം വിട്ടപ്പോൾ ഭരണഘടന ജയിലിലടയ്ക്കപ്പെട്ടതായിട്ട് അരുൺകുമാറിന് തോന്നിയില്ല? അത് നിങ്ങൾ മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായിരുന്നല്ലേ? 2022 തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഇതേ സംഭവം ഉണ്ടായി. വിചാരണ പോലും കൂടാതെ നിരുപാധികം വിട്ടയച്ചപ്പോൾ
പിണറായി വിജയൻ്റെ പോലീസ് എടുത്തത് കേസ് അത് ഭരണഘടനാ ജയിലിൽ അടയ്ക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ല? അപ്പം നിങ്ങൾക്ക് അതൊന്നും തോന്നാതെ ഇത് തോന്നുകയും ചെയ്യുന്ന സെലക്റ്റീവ് മാധ്യമ സ്വഭാവം ഉണ്ടല്ലോ. ബഹുമാനായ അരുൺകുമാർ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒരു കേസ് ആദ്യം ബെയിലിൽ മൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമാണ് ഈ കേസ്, പ്രത്യേകിച്ച് നാരായൺപൂർ ജില്ലയിലുള്ള ഈ കാര്യം അത് NIA 2019 തീരുമാനപ്രകാരം അത് NIA കോടതിയിൽ തന്നെയാണ് പരിഗണിക്കപ്പെടേണ്ടത്. NIA കോടതി അത് പരിഗണിച്ചു. അത് സ്വാഭാവികമായിട്ടൊരു കാര്യം. മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷ വിട്ടുകൊണ്ട് BJPക്ക് നേരെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ കൂടി ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 3-4 ദിവസമായി നിങ്ങളിവിടെ കാട്ടിക്കൂട്ടിയ വൈകാരിക പ്രകടനങ്ങൾ എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് എന്തൊക്കെയായിരുന്നു? നിങ്ങൾ എന്തിനാണ് BJP ഇതിനകത്ത് വലിച്ചയച്ചു കൊണ്ടുവന്നത്? എന്താണ് BJP സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കുന്ന സമയത്ത് BJPയുടെ അജണ്ടയുണ്ടായി എന്ന് നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്ത കൊടുത്തത്? ഈ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസുകളൊന്നും വ്യാജ വാർത്ത. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ എന്താ പറയുന്നത്? ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് ഞാൻ അങ്ങേക്ക് വായിച്ചു തരാം. എന്താ സംശയമുള്ളത്? ആ ട്വീറ്റിൽ എന്താ ഒരു വിഷമമുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ? ആദ്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു പോലീസ് ഒരു കേസെടുത്ത് ഒരു FIR ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കേരളത്തിലെ ശൈലിയും ഛത്തീസ്ഗഡിലെ ശൈലിയും തമ്മിൽ തുലനം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ കാര്യം അവിടുത്തെ ഈ ട്വീറ്റ് വായിച്ചു തരണ ഒരു ചോദ്യം കൂടി അല്ല വായിച്ചു തരണ ഒരു ചോദ്യം കൂടി അത് വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണേ. വായിക്കാം. ഇത് എൻ്റെ അടുത്തുണ്ട്, ഞാൻ വായിച്ചു തരാം. വായിച്ചു തരേണ്ട കൂടെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. വായിച്ചു തരാട്ടോ. വായിച്ചു തരാതെ ഒരു കള്ളമാറ്റമില്ല. അതിനിട്ട് മുന്നേ ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ. ഈ കേരളത്തിലൊരു FIR ഇടുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ FIR ഇടുന്ന സമയത്ത് പിണറായി വിജയന് ആ FIR-അനുസരിച്ചാണോ സംസാരിക്കുക, അതോ അവിടെ ഒരു FIR ഇടുന്ന സമയത്ത് മുഖ്യമന്ത്രി അതിനപ്പുറത്ത് നിന്നാണ് സംസാരിക്കുക? 1968 മതപരിവർത്തന നിരോധന നിയമം ഛത്തീസ്ഗഡിൽ പാസ്സാക്കിയത് BJP ആണോ? അങ്ങ് അതിനൊന്ന് മറുപടി പറയണം. ഇത് വായിക്കാനൊക്കെ മുൻപ് അതിനൊരു തീരുമാനം അങ്ങേക്ക് അറിയാമല്ലോ അല്ലേ? 1968 മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കുന്ന സമയത്ത് BJP ആയിരുന്നോ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത്? BJP ഉണ്ടാക്കിയ നിയമമായിരുന്നോ? ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു പ്രയാസമുണ്ടായ സമയത്ത് അവിടെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് നീതിന്യായ സംവിധാനമുള്ള സമയത്ത് സ്വാഭാവികമായിട്ടൊരു കേസ് എടുക്കുന്ന കേസിൽ നിരപരാധിയാണെങ്കിൽ നിയമപരമായി തന്നെ പുറത്തേക്ക് വരും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കേരളത്തിലും അങ്ങനെ സംഭവിച്ചു. ഇതേ ഛത്തീസ്ഗഡിലും 11 മാസത്തോളം പള്ളിയിൽ അച്ഛന്മാരെ പിടിച്ചിരുത്തി. അന്നൊന്നും ഭരണഘടന കൂട്ടിനകത്താണെന്ന് തോന്നാത്ത അരുൺകുമാറിന് ഇപ്പോൾ തോന്നുന്നതാണ് അങ്ങയുടെ തലച്ചോറിനെ ഏറ്റിട്ടുള്ള രാഷ്ട്രീയ വിരോധം. ആരോട്? BJPയോട്. അതിന് വക്രീകരിച്ച് കാണിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് വിതച്ചു കൊയ്യാൻ വേണ്ടിയുള്ള ഒരു നിലം അങ്ങ് ഒരുക്കി കൊടുക്കുന്നു. അങ്ങ് മാത്രമല്ല, അങ്ങയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ എന്ന് പറയട്ടെ. അങ്ങേക്ക് കുറച്ച് കാര്യങ്ങളോട് മറുപടിയുണ്ട്. വിഷ്ണുദാസ് സായി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് 3 daughters from Narayanpur were promised nursing training and subsequent job placements. They were handed over to the 2 nuns Darb station by person for the Narayanpur who were taking the girls to Agra. Though inducement attempt was being made to engage the human trafficking and conversation. This is serious matter related to the women's safety. The investigation in the case is still ongoing. The matter is under a judicial review and the law will take its course. Chhattisgarh is a peaceful state where people of all religious and communities live in harmony. It is extremely unfortunate to give a political color to the issue related to നിങ്ങളെ ആലോചിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, to issue related to the safety of our blessed daughters എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് തെറ്റുള്ളത്? പോലീസ് ഒരു FIR ഇടുന്നു. FIR ഇടുന്ന സെക്ഷൻസ് എന്ന് പറയപ്പെടുന്നത് കൺവേർഷൻ മതനിരോധന നിയമപ്രകാരം മതപരിവർത്തന നിരോധന സംശയാസ്പദമായ സാഹചര്യത്തിലിട്ട ഒരു കേസിന് മുഖ്യമന്ത്രി എക്സ്പോസ്റ്റിൽ വന്ന് അത് എൻഡോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, ഇന്ന് ഛത്തീസ്ഗഡിലെ BJPയുടെ ഡിജിറ്റൽ പോസ്റ്റ് എന്താണ്? പറയട്ടെ. അതിന് മുന്നേ അല്ല, അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ കുറച്ച് മറുപടികൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്. ആ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. അരുൺകുമാറിൻ്റെ ഒരു പോസ്റ്റ്. അരുൺകുമാർ പോക്സോ കേസിൽ ജാമ്യം എടുത്തോ?
അങ്ങ് ഇന്റൻഷനിൽ ചെയ്ത പ്രവൃത്തിയാണോ അത്? അങ്ങ് ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച പ്രവൃത്തിയായിരുന്നു? പിന്നെന്തിനാ അങ്ങ് ജാമ്യം എടുക്കേണ്ടി വന്നത് ഈ കേരളത്തിൽ? പിണറായിയുടെ ഭരണഘടന ജയിലിലായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് എൻഡോഴ്സ് ചെയ്ത സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആഘോഷിക്കുകയും അതിന്റെ പേരിൽ കോടതിയിൽ വന്ന് ആഘോഷം നടത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇതൊന്ന് കേക്ക് ചേട്ടാ, എന്ത് അടിസ്ഥാനത്തിലായിരുന്നു അരുൺകുമാർ ജാമ്യം എടുത്തത്? നിങ്ങൾ ഇന്റൻഷനിലായിരുന്നു ചെയ്തത്? നിങ്ങൾ അങ്ങനെ ഇന്റൻഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു? കേരളത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ അങ്ങനെ സ്വാഭാവികമായിട്ട് എന്തിനായിരുന്നു? നിരപരാധിയായി അല്ലല്ല, ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. അങ്ങനെ ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പോലീസ് എടുക്കുന്ന നടപടിയെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ നടപടിയുടെ വിഷയങ്ങൾ വലിയ വിഷയങ്ങളാക്കി കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എടുത്ത കാര്യങ്ങൾ പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രി പറയുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് കുറെ കാര്യങ്ങൾ പേഴ്സണലി പറയാം. അങ്ങ് പറഞ്ഞത് തന്നെയാണോ? അല്ലല്ല, അതിന് വാദമുണ്ട്. താങ്കൾക്ക് ഇതിൽ വേണമെങ്കിൽ 30 സെക്കൻഡ്സ് അധികം നൽകാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് താങ്കളോട് സംസാരിക്കാനുണ്ട്. പക്ഷേ എനിക്ക് മറ്റെല്ലാ അതിഥികളെയും കേൾക്കണം. ഉല്ലാസ്, എനിക്ക് മറ്റെല്ലാ അതിഥികളെയും എനിക്ക് കേൾക്കണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റു ചോദ്യങ്ങളുണ്ട്. എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകാൻ സമയമില്ല. എനിക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ താങ്കളോട് തന്നെയുണ്ട്. അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. അനൂപ് ആന്റണിയുടെ അനൂപടി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ കുറിച്ച് കുമ്മനടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബഹുമാനനായിട്ടുള്ള നേതാവിനെ കുറിച്ചും ഇന്നത്തെ ജനറൽ സെക്രട്ടറിയെ കുറിച്ചും അനൂപടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള നിങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് കാര്യമില്ല. അവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ സിസ്റ്ററിന്റെ സഹോദരന്റെ തോളിൽ റോജി എം ജോൺ കൈവച്ച് നിൽക്കുമ്പോ ആ റോജി എം ജോണിനെ എൻഡോഴ്സ് ചെയ്യുമ്പോ ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു തോളിൽ 2 കൈകൾ വരുന്ന കാഴ്ച നാണമില്ലേ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? എന്നിട്ട് 12,000 കിലോമീറ്റർ ഓടിയത്രേ. 12,000 കിലോമീറ്റർ ഓടിയെന്നാണോ ഈ പറയുന്നത്? എന്താണ് ഉല്ലാസ് ബാബു? ഉല്ലാസ് ബാബു, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തിനനുസരിച്ച് സംസാരിച്ചോളൂ. അത് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഒറ്റ കാര്യമേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളൂ. ഒരാളുടെ തോളിൽ ഒരാൾ കൈവച്ച് നിൽക്കുമ്പോൾ അയാളെ തന്റെ സഹോദരനെ വിളിച്ച് റോജി എം ജോണിന്റെ മാറത്ത് ചാരി നിൽക്കുമ്പോൾ അനൂപ് ആന്റണി എന്ന് പറയുന്ന BJPയുടെ നേതാവ് അയാളുടെ തോളിൽ കൈയിടാൻ നടത്തുന്ന ശ്രമം അത്യന്തം അപഹാസ്യമായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കാണാം. അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? താങ്കൾ മനഃപൂർവ്വം അനൂപിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് എനിക്കറിയാം. ഇത് താങ്കൾ മനഃപൂർവ്വം അനൂപ് ആന്റണിയുടെ ഈ ദൃശ്യങ്ങൾ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് എനിക്കറിയാം. അല്ല, അതെനിക്കറിയാം. അല്ല, അത് ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. ഉല്ലാസ് ബാബു എന്നെ കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാണിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര സംഘർഷം നിങ്ങൾ അവിടെ തീർത്തോണം. അഡ്വക്കേറ്റ് ബാബു, അത് എന്റെ മേളിലേക്ക് വെച്ച് കയറ്റരുത്. ഒരു നിമിഷം അഡ്വക്കേറ്റ് ബാബു, ഒരു നിമിഷം. എനിക്ക് മറ്റതിലേക്ക് കൂടി പോകണം. അനൂപ് ആന്റണി അവിടെ എത്തുന്നതിന് മുൻപ് റോജി എം ജോണിന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആ സഹോദരൻ കരയുന്ന കാഴ്ചയാണ് താങ്കൾ കാണുന്നത് ഉല്ലാസ് ബാബു. എന്നിട്ടൊരു നാണവും ഇല്ലാതെ ഒരു ഉടുപ്പും ഇല്ലാതെ അദ്ദേഹത്തിന്റെ തോളിൽ കൈയിടാൻ എങ്ങനെ തോന്നി അനൂപിന്? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ അനൂപിനെതിരെ എന്നെ കൊണ്ട് താങ്കൾ ചോദിപ്പിക്കുന്നതാണ്. ഇത് അനൂപ് ആന്റണിക്ക് ഗുണകരമായ ചോദ്യങ്ങളെന്ന് അനൂപ് ആന്റണിക്ക് അറിയാം. ഉല്ലാസ് ബാബു, ഒരു നിമിഷം. താങ്കൾ വെറുതെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കി ഈ ചർച്ച ആരംഭാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് പോകണം. ഇവിടെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് എനിക്ക് ഇടവേളയുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ഒടുവിൽ ജാമ്യം കൊടുക്കരുതെന്ന് ആദ്യം നിലപാടെടുത്തതും ഛത്തീസ്ഗഡിലെ BJP സർക്കാർ. ഒടുവിൽ ജാമ്യം കിട്ടുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നതും കേരളത്തിലെ BJP സംഘം. ലജ്ജയിലെ ക്രെഡിറ്റ് എടുക്കാൻ എന്നതാണ് ചോദ്യം. ജോൺ ബ്രിട്ടാസ് MP ഉണ്ട് നമുക്കൊപ്പം. ഒപ്പം അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഫാദർ ടോം ഓലിക്കരോട്ട്, സീറോ മലബാർ സഭ PRO,
റൈജി സിജോ, കന്യാസ്ത്രീയുടെ സഹോദരി എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഞാൻ ഡോക്ടർ ജോൺ ബിട്ടാസിലേക്ക്. ഡോക്ടർ ജോൺ ബിട്ടാസ്, ഇന്നിപ്പോൾ BJP നേതൃത്വം പറയുന്നത്, അനൂപ് ആന്റണി അടക്കമുള്ളവർ പറയുന്നത് 12,000 കിലോമീറ്ററോളം ഓടി രാപകലില്ലാതെ അധ്വാനിച്ചാണ് ഞങ്ങൾ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചും വെല്ലുവിളികൾ നേരിട്ടുമാണ് ഈ ജാമ്യം നേടിയെടുത്തത് എന്ന മട്ടിലാണ് അവരുടെ അവകാശവാദം. ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു, 3 ദിവസം മുമ്പ് കോടതി മുമ്പാകെയുള്ള ആ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പ്രതിഷേധമാണ് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നതിന് തടസ്സമായതെന്നാണ് ആരോപിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. ഡോക്ടർ ജോൺ ബിട്ടാസ്, ഇവിടെ ഈ പോരാട്ടം തീരുന്നില്ലല്ലോ. ഞാനിപ്പോൾ റായ്പൂർ വിമാനത്താവളത്തിലാണ്, ഡൽഹിക്ക് മടങ്ങുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ദുരന്തത്തിനൊരു താൽക്കാലിക വിരാമമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞാനിപ്പം ഈ ചർച്ച പൂർണ്ണമായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് വലിയ വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഈ ഒരു വേളയിൽ BJP നേതൃത്വം ഇതുപോലുള്ള ഒരു പ്രസ്താവന ഇറക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്താ കാരണം വെച്ചാൽ ആരെങ്കിലും 12,000 കിലോമീറ്റർ സഞ്ചരിച്ചോ 24,000 കിലോമീറ്റർ സഞ്ചരിച്ചോ എന്നുള്ളൊരു വിഷയമല്ല. മാത്രമല്ല, ഇതൊരിക്കലും ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇത് സാധാരണ ജനങ്ങളുടെ ഭരണഘടനയിലുള്ള വിശ്വാസത്തെ മുൻനിർത്തി അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ആർക്കെങ്കിലും ക്രെഡിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ BJPക്കോ ഏതെങ്കിലും നേതാവിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അവർക്ക് എടുത്തോളൂ, ഒരു സംശയമില്ല, അവർക്ക് ആ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് കൊടുത്തോളൂ. എനിക്കൊരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ കന്യാസ്ത്രീകൾ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ 8 ദിവസം ജയിലിൽ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നും കൂടി BJP പറയണം. അതിന്റെ ക്രെഡിറ്റ് ആരെടുക്കും? അത് അവരെടുക്കുവോ? അതെയോ ഛത്തീസ്ഗഡ് BJP എടുക്കുവോ? അതെയോ BJPയെ നിയന്ത്രിക്കുന്ന സംഘ് പരിവാർ എടുക്കുവോ? RSS എടുക്കുവോ? ആരെങ്കിലും എടുക്കണ്ടേ അത്? എന്താ കാരണം വെച്ചാൽ 8 ദിവസം ഈ കന്യാസ്ത്രീകൾ 9ാമത്തെ ദിവസമാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയതിന്റെയും അവരെ ജയിലിലടച്ചതിന്റെയും അവരുടെ അപേക്ഷ വന്നപ്പോൾ അതിനെ എതിർത്തതിന്റെയും അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ തിരിച്ച് ഓടിച്ചതിന്റെയും ആ പെൺകുട്ടികളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയുടെ സഹോദരനെ മർദ്ദിച്ചതിന്റെയും അതുപോലെ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരു 400ഓളം അക്രമങ്ങൾ ക്രൈസ്തവ സഭയ്ക്കെതിരെ നടത്തിയതിന്റെയും ഇപ്പോഴും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് അവരെടുക്കട്ടെ എന്ന്. ഇതെല്ലാം കൂടി എടുത്തോന്ന്. എന്തിനപ്പോ ഇത് മാത്രം എടുക്കുന്നത്, ജാമ്യം മാത്രം എടുക്കുന്നത്? 2000 എത്രയോ വർഷമായിട്ട് ഛത്തീസ്ഗഡില് ഈ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ, ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ അതിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2022 23 എന്തുകൊണ്ടാണ് CPM സംഘത്തെ നയിച്ചുകൊണ്ട് ബൃന്ദ കാരാട്ട് നാരായൺപൂരിൽ വന്നത്? അതിന്റെ ക്രെഡിറ്റ് അവർക്ക് എടുക്കട്ടെ, എല്ലാ ക്രെഡിറ്റും അവരെടുക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചതാരും നമുക്കറിയാം. എന്താ കാരണം എന്ന് വെച്ചാല് കേരളത്തിലെ BJPക്ക് ഒരു തിരക്കഥയുണ്ടായിരുന്നു. ആ തിരക്കഥ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ കബളിപ്പിച്ച് ഒരു ചെറിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. അങ്ങനെ തങ്ങളുടേതായ വോട്ട് ബാങ്കിന്റെ പുറമേക്ക് ക്രൈസ്തവരുടെ ഒരു വിഭാഗം വോട്ടും കൂടെ കിട്ടിയാൽ ചില മുൻകൈകൾ അല്ലെങ്കിൽ ചില എന്താ പറയാ വിജയങ്ങൾ എവിടെയെങ്കിലും നേടാൻ കഴിയും. തൃശ്ശൂര് അവർക്കതൊരു മാതൃകയായിരുന്നു. പൊടുന്നനെ ഛത്തീസ്ഗഡ് വന്നു. ആ ഛത്തീസ്ഗഡ് സംഭവത്തിന് മുകളിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നപ്പോൾ തങ്ങളുടെ ഈ പറയുന്ന പദ്ധതി മുഴുവൻ പൊളിഞ്ഞല്ലോ എന്നുള്ള ഒരു പരിഭ്രാന്തി ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. സ്വാഭാവികമായിട്ടും പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഒരു വേലിയേറ്റം പാർലമെന്റ് ഉണ്ടാവും. അതൊരു ദേശീയ വിഷയമാവും, അന്തർദേശീയ വിഷയമാവും. ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടുപോയത് കൊണ്ട് എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും തല ഊരാൻ വേണ്ടിയിട്ട് ഇവരും കൂടി രംഗത്ത് വന്നു. അതുകൊണ്ട് എനിക്ക് ഒറ്റ അപേക്ഷയുള്ള എന്റെ BJP സുഹൃത്തുക്കളോട്, നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ. ക്രെഡിറ്റ് എടുക്കുമ്പോൾ ഇവര് ജയിലിൽ കഴിഞ്ഞ ആ 8 ദിവസത്തെ ക്രെഡിറ്റ് എടുക്കണം. ഇവരുടെ കൂടെയുള്ളവരെ പീഡിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കണം. സംഘ്പരിവാർ സംഘടനകൾ ഇന്നും കൂടി അഴിഞ്ഞാടിയതിന്റെ ക്രെഡിറ്റ് എടുക്കണം. നാരായൺപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിങ്ങൾ നടക്കുന്ന അതിക്രമങ്ങളെ ക്രെഡിറ്റ് എടുക്കണം. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെയും ക്രെഡിറ്റ് എടുക്കണം. എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമല്ല. മറിച്ച് ഈ ജാമ്യം എന്നുള്ള ഒരു ചെറിയൊരു വെർട്ടിക്കലിന്റെ മാത്രം ക്രെഡിറ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതൊരു തട്ടിപ്പ് മാത്രമാവും. അത് ഒരു കൺകെട്ട് വിദ്യയാണ്. അതൊക്കെ ജനങ്ങളും മനസ്സിലാക്കും. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പൊ BJPയുടെ സഹോദരൻ ഇവിടെ മതപരിവർത്തന നിയമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തില് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ള കാര്യം പരിശോധിക്കണം. എന്താ കാരണം? ഛത്തീസ്ഗഡ് ഗവൺമെന്റ്
ഒന്നും കൂടി ഈ മതപരിവർത്തന നിരോധന നിയമം കർക്കശമാക്കാൻ പോവുകയാണ്. ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. BJP ഗവൺമെന്റാണ് 2006 നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് മധ്യപ്രദേശിൽ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമത്തെ കർക്കശമാക്കിയത്. കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ആ കർക്കശമാക്കിയ സംഭവത്തെ പിൻവലിക്കാൻ തയ്യാറായില്ല, കർണാടകയിൽ ചെയ്തതുപോലെ. ഇനി ഇവര് വീണ്ടും കർക്കശമാക്കാൻ പോവുകയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാല് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം നടന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇനി ഞാൻ വേറൊരു കൂടി പറയാം, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് മുകളിൽ ഇത്രയും പ്രതിഷേധം ഉയർന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ അതിഹീനമായ വലിയ അക്രമങ്ങൾ നടന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ സ്റ്റാൻ സ്വാമി എന്ന് പറഞ്ഞ ഒരു വന്ധ്യ വയോധികനായിട്ടുള്ള ഒരു പാതിരിയെ ജയിലിലിട്ട് ഇവർ കൊന്നില്ലേ? എന്തായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം? ഒരു കുറ്റം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അർബൻ നക്സലൈറ്റ് എന്ന് വിളിച്ചു. അതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കുറ്റം. കഴിഞ്ഞ ദിവസം NIA കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഇവര് പ്രോസിക്യൂഷൻ എന്താ പറഞ്ഞ, അവര് വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷം ഒരു വാചകം പറഞ്ഞു. കോടതി വീണ്ടും ജഡ്ജി ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ തെളിവൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തെളിവില്ലാത്തെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന്. ഒരു തെളിവില്ലാതെയാണോ 2 കന്യാസ്ത്രീകളെ ജയിലിൽ പിടിച്ചിരുന്നത്? അത് 2 പേരെ ജയിലിൽ പിടിച്ചിട്ട്, അതുപോലെ ആ ചെറുപ്പക്കാരനെ കൂടെ ജയിലിൽ പിടിച്ചിട്ട് ശേഷമാണോ തെളിവുണ്ടാക്കുന്നത്? ഇതൊക്കെ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് ഈ രാജ്യത്ത്. അതുകൊണ്ട് ഞാൻ നേരത്തെ അരുൺ പറഞ്ഞത് ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളല്ല, ഇന്ത്യൻ ഭരണഘടനയാണ് ഇവർ ജയിലിൽ പാർപ്പിച്ചത്. ഇവര് യഥാർത്ഥത്തിൽ കേരള സമൂഹത്തോട്, ഇന്ത്യൻ സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കന്യാസ്ത്രീകളെ കാരാഗ്രഹത്തിൽ അടച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം BJPക്കാണ്. അതിലേക്ക് വരാം. എനിക്ക് ഉല്ലാസ് ബാബുവിന് 1 മിനിറ്റ് സമയം. ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, എല്ലാത്തിന്റെയും ക്രെഡിറ്റ് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? അറസ്റ്റ് ചെയ്തതിന്റെ, ജാമ്യം നിഷേധിക്കാൻ വേണ്ടി പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടതിന്റെ, കേസ് NIA-യിലേക്ക് മാറ്റിയതിന്റെ, ബജരംഗ് അവിടെ അഴിഞ്ഞാടിയതിന്റെ, സംഘപരിവാർ പ്രവർത്തകർ പോസ്റ്റ് ഇട്ടതിന്റെ, BJPയുടെ ഛത്തീസ്ഗഡ് ഘടകം പോസ്റ്റ് ഇട്ടതിന്റെ, അതിനോടൊപ്പം ഈ ക്രെഡിറ്റും എടുത്താൽ എടുത്തോളൂ എന്നാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. ഉല്ലാസ് ബാബു. നിൽക്ക് ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആദ്യത്തെ ടേം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഇടപെട്ടതിന് പോലും അങ്ങേക്കെതിരെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങേക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും അങ്ങേക്ക് വിഷമം തോന്നുന്നു. എന്തടിസ്ഥാനത്തിലാണ്? അല്ലല്ലോ, അങ്ങ് മാധ്യമ അതല്ലാതെ അരുൺകുമാർ ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി പറയണം. ഈ ചോദ്യത്തിന് മറുപടി, അത് അനുപടി തന്നെയാണ്. ഞാൻ ആ വാക്ക് ഞാൻ എൻഡോഴ്സ് ചെയ്തു. ഞാൻ ഇതുവരെ പരസ്യമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻഡോഴ്സ് ചെയ്യിപ്പിക്കും. താങ്കൾക്ക് ആവശ്യം എനിക്കറിയാം. അത് എക്സാക്ട് ടേമിൽ അനുപടി തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ആ സഹോദരന്മാരെ, ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? ആ സഹോദരന്റെ സഹോദരിമാരെ ജയിലിൽ അടച്ചതാരാ? അവർക്ക് ജാമ്യം കൊടുക്കുന്നത് പ്രോസിക്യൂഷനോട് പറഞ്ഞതാരാ? ആ കേസ് NIA കോടതിയിലേക്ക് മാറ്റിവെച്ചതാരാ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. അഡ്വക്കേറ്റ് വിളിച്ചോ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഇഷ്ടമുള്ള എന്തും വിളിക്കാം. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്തും വിളിക്കാം. പക്ഷെ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. അനൂപ് ആന്റണി പോയി തോളിൽ കൈയിട്ട സഹോദരന്റെ സഹോദരിയെ ജയിലിൽ അടച്ചത് ഏത് സർക്കാരിന്റെ പോലീസ്? ആ സഹോദരിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷനെ കൊണ്ട് പറയിപ്പിച്ചത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? ആ കേസിൽ NIA കോടതിയിലേക്ക് കേസ് വിടണമെന്ന് പറഞ്ഞത് ഏത് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മറുപടി ഉണ്ടെങ്കിൽ പറയൂ. മിസ്റ്റർ അരുണേ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായിട്ട് ഈ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടും വിവരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അവരോട് കാര്യം എടുത്തെടുത്ത് ചോദിച്ചല്ലോ. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു ഇടപെടലുകളും കുറവ് കാണിച്ചിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് അയച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടും അവിടുത്തെ ആളുകളുമായിട്ടും ഒക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് BJP അതിന് കോർഡിനേറ്റ് ചെയ്തതിന്റെ പൊളിറ്റിക്കൽ പാർട്ടി BJP ആ കാര്യത്തിൽ ഉത്തരവാദിത്തപരമായി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ചൊറിഞ്ഞ അരുൺ, ഒരു രാഷ്ട്രീയമായ ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു സമ്മതിക്കുന്നു. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, താങ്കൾക്ക് എന്നെ തെറി പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. താങ്കൾക്കത് പറയാം. ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ
ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ താങ്കൾ ഇത് ഉപയോഗിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ്. എനിക്ക് ഒളിച്ചോട്ടമൊന്നുമില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഛത്തീസ്ഗഡ് BJP ഇന്ന് രാവിലെ ഇട്ട ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം പറയൂ. ഛത്തീസ്ഗഡ് താങ്കൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഇതൊക്കെ ആൾക്കാർ കണ്ടോണ്ടിരിപ്പുണ്ട്. ഇത് താങ്കൾ കണ്ടു. താങ്കളുടെ ലക്ഷ്യം താങ്കൾ നിറവേറ്റി. അനൂപ് ആന്റണി അവഹേളിക്കുക എന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റി. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു നിറവേറ്റിയിരിക്കുന്നു. എനിക്കതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. അത് താങ്കളുടെ പാർട്ടി പോയി ബോധിപ്പിച്ചാൽ മതി. എനിക്കറിയേണ്ട ചോദ്യം ഇതാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ രാജ്യത്തെ ഭരണഘടന ജയിലിലാക്കപ്പെടുമ്പോ, ഈ രാജ്യത്തെ 2 കന്യാസ്ത്രീകൾ ജയിലിലാക്കപ്പെടുമ്പോ അവരുടെ പേരിൽ ഇന്ന് ഛത്തീസ്ഗഡിലെ BJP ഇറക്കിയ ഡിജിറ്റൽ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. പോക്സോ കേസിൽ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ചെയ്യാത്ത തെറ്റാണ്, താങ്കൾ ഇന്റൻഷനലി അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ കേസിൽ കേസെടുത്ത സമയത്ത് ഭരണഘടന ജയിൽ പോയി എന്ന് തോന്നാത്ത തലച്ചോറിൽ ഇത് അങ്ങനെ തോന്നും. കാരണം അത് രാഷ്ട്രീയത്തെ ഛത്തീസ്ഗഡ് സർക്കാരിനകത്ത് എന്താണ് ഇന്നത്തെ ഛത്തീസ്ഗഡ് BJP പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയൂ. അവരുടെ കീഴിൽ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. താങ്കൾ കണ്ടില്ലെങ്കിൽ കാണാം. നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ അർത്ഥം ഒന്ന് പറയും. പ്രവർത്തനമുണ്ടോ അവിടെ? കാലം ഇത്രയായിട്ട് അവരാരെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ TV ഇല്ലെന്ന് ഞാൻ 56 തവണ നിങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ജയ്സിനോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ TV മൊബൈൽ ഫോണിൽ നോക്കിയാൽ കാണാം. ഞാൻ തിരിച്ചു വരാം. അങ്ങ് മൊബൈൽ ഫോണിൽ എടുത്തു, ഞാൻ അയച്ചു തരാം. താങ്കൾ അത് കണ്ടിട്ടില്ലെങ്കിൽ, ഛത്തീസ്ഗഡ് BJPയുടെ പോസ്റ്റ് താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ അയച്ചു തരാം. ഉല്ലാസ് ബാബു ഒരു നിമിഷം അങ്ങ് തുടരണം. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി കൂടെ അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ് BJP. 12,000 കിലോമീറ്റർ ഓടിയുന്ന ഒരാൾ രാപ്പകലില്ലാതെ അധ്വാനം ചെയ്തുവെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തി ഈ സഹോദരിയുടെ, അതായത് ഈ കന്യാസ്ത്രീയുടെ സഹോദരന്റെ തോളിൽ കൈയിട്ട് ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ്. ഇവർ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ ലജ്ജയില്ലേ എന്നതായിരുന്നു ചോദ്യം. പക്ഷെ അവർ പറയുന്ന മറുപടി നേരത്തെ ജാമ്യം കിട്ടുമായിരുന്നു, നിങ്ങൾ അവിടെ പ്രതിഷേധിക്കാതിരുന്നുവെങ്കിൽ. അരുൺകുമാറിന്റെ പോലെ നല്ല ഷർട്ടും ട്രൗസറും ഇട്ട് നുണ പറയുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഉല്ലാസ് ബാബു, എന്റെ അവസരമാണ്. ഈ ചർച്ചയിൽ ഏറ്റവും അവസാനത്തെ ഊഴമാണ് എന്റേത്. എനിക്ക് ഉല്ലാസ് ബാബുവിന് ഒന്നും ഇപ്പം മനസ്സിലാവുന്നില്ല, ഒന്നും അങ്ങോട്ട് തിരിയുന്നില്ല. ഡോക്ടർ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഉല്ലാസ് ബാബുക്ക് ഒന്നും തിരിയുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ഷിബു മീരാൻ തുടരാം. ഡോക്ടർ അരുൺകുമാർ, ഈ സംഭവം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ ആൾക്കൂട്ട നീതിയാണ് നടപ്പാക്കപ്പെട്ടത്. ഇപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഗാഗുൽത്ത മലഞ്ചേരി ഭാഗം നടന്ന് കുരിശും കൊണ്ട് ക്രിസ്തു മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ കിങ്കരന്മാരുടെ ചാട്ടവാറടിയേറ്റ് മാംസം പിളർന്ന് മുൾക്കിരീടം ധരിച്ച് ചോര വാർന്ന് നിൽക്കുന്ന ആ മനുഷ്യൻ നീതിമാനാണ് എന്ന് പീലാത്തോസിന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ചുറ്റും കൂടി നിന്ന ആൾക്കൂട്ടം ഇവനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചപ്പോ പീലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി കളഞ്ഞതുപോലെ ഈ കേസ് ഇപ്പൊ ഇതിൽ ജാമ്യം എടുത്തതിന്റെ ക്രെഡിറ്റ് ആണല്ലോ ഡോക്ടർ അരുൺകുമാർ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇനീഷ്യോ ഈ കേസ് ഇല്ലീഗൽ. ഇവിടെ എവിടെയാ മനുഷ്യക്കടത്ത്? കൂടെയുള്ള 2 കുട്ടികൾ പറഞ്ഞല്ലോ, ഞങ്ങൾ നന്നേ ചെറുപ്പക്കാലം മുതലേ ക്രൈസ്തവ മതവിശ്വാസികളാണ്, അവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ട നിയമപരമായ രേഖകളെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ മനുഷ്യക്കടത്തും നടന്നിട്ടില്ല, മതപരിവർത്തനവും നടന്നിട്ടില്ല. എങ്ങനെ ഈ കേസ് ചാർജ് ചെയ്യപ്പെട്ടത്? അവിടുത്തെ ബജറംഗ് ദളിന്റെ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ അവർ ആർത്തു വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ വന്നു. ഈ ഹിന്ദി അറിയാവുന്നവർക്ക് ഇങ്ങനെ മുഖത്തിന് നേരെ ഇങ്ങനെ മുട്ടി ഉരുട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചവിട്ടിത്തേക്കുന്നതിന്റെ അങ്ങേയറ്റാണ്. പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. നിസ്സംഗരായി ക്ഷമയോടെ നിൽക്കുന്ന ആ വൈദിക സ്ത്രീകളുടെ, ക്രൈസ്തവ സന്യാസിമാരുടെ മുഖത്തിന് നേരെ മുട്ടി ഉരുട്ടിയിട്ട് നിന്റെയൊക്കെ മോന്ത ഇടിച്ച് പൊളിച്ചു കളയും എന്ന് ഛത്തീസ്ഗഡിലെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ ഭീഷണിപ്പെടുത്തിയത്. അവിടെ നിന്നാണ് ഈ കേസ് ഉണ്ടായത്. ഇനിയിപ്പോ ജാമ്യം കിട്ടിയല്ലോ, ജാമ്യം കിട്ടിയല്ലോ എന്താ കാര്യം? ഈ കേസ് മറ്റൊരു ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്തില്ലേ? കടുത്ത ജാമ്യ വ്യവസ്ഥകൾ ഇവിടെ ഇല്ലേ? ഈ കേസ് ക്വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ വിചാരണ ദേശസുരക്ഷ പോലെ ഗൗരവമുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടുന്ന NIA കോടതിയിൽ തുടരാൻ പോവാണ്. 2 ആഴ്ച കൂടുമ്പോൾ പാവപ്പെട്ട സന്യാസിനിമാർ അവിടെ പോയി ഒപ്പുവെക്കണം എന്ന് വെച്ചാൽ ഒരു ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചു എന്നതിനപ്പുറത്ത് ആ കേസിന്റെ ഭീഷണിയിൽ നിന്ന് ഈ നമ്മുടെ സഹോദരിമാരായ ക്രൈസ്തവ
സന്യാസിനിമാർ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ ശിക്ഷ ലഭിക്കാവുന്ന ചാർജുകൾ ചുമത്തപ്പെട്ട ഒരു കേസ് അവർക്കെതിരെ നിലനിൽക്കുന്നു. അതിന്റെ വിചാരണ നടക്കാൻ പോകുന്നു. ഇനി ക്രെഡിറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ആവർത്തിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ BJP ഘടകം പുറത്തുവിട്ട ആ കാർട്ടൂണിനെ കുറിച്ച് ഇവിടെ എന്റെ പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു അദ്ദേഹം പറഞ്ഞു, മാനവ് തസ്കരോं के साथ കോൺഗ്രസ് പാർട്ടി എന്നാണ്. ആ രണ്ട് കന്യാസ്ത്രീമാരുടെ ചിത്രമുണ്ട്. തൊട്ടടുത്തൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ കയറിട്ടത് ആ കന്യാസ്ത്രീമാരുടെ കയ്യിലുണ്ട്. കാൽക്കൽ സോണിയാഗാന്ധി, അതേപോലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഭൂപേഷ് സിംഗ് ബാഗൽ, ഈ 4 പേര് വീണ് കിടപിടിക്കുന്ന ഒരു ഫോട്ടോ. എന്തിനാ ഛത്തീസ്ഗഡിലെ BJP എന്നത് രാവിലെ ഷെയർ ചെയ്തതെന്ന് അറിയാമോ? ഛത്തീസ്ഗഡിൽ ഇവിടെ പറയുന്ന രാഷ്ട്രീയമല്ല, അവിടുത്തെ ഈ ട്രൈബൽ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുടെ മനസ്സിലേക്ക് ഈ മിഷണറി പ്രവർത്തകരെ കുറിച്ച് പൊട്ടിയൊലിക്കുന്ന കുട്ടത്തിന്റെയൊക്കെ വ്രണങ്ങളിൽ സാന്ത്വനത്തിന്റെ ലേപനം പുരട്ടാൻ കടന്നു വരുന്ന ഈ സന്യാസിനിമാരെ ചൂണ്ടിക്കാണിച്ചിട്ട് വിദ്വേഷം പരത്താനാണ് അവിടെ ആ കാർഡ്. ഇവിടെ ഇപ്പോ ഇന്ന് താങ്കൾ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും പറയും BJPയെ കുറിച്ച് ഒരു നല്ല വാക്ക്, ഈ പ്രാദേശിക ഭാഷകളൊക്കെ ഇവർ വല്ലാതെ തകർത്ത് കളയുന്നു, ഹിന്ദി അടിച്ചാൽ. പക്ഷെ നമ്മൾ അങ്ങനൊന്നും പറഞ്ഞുകൂടാ. അനാവശ്യമായി വലിഞ്ഞു കയറുക എന്നതിന് BJP നേതാക്കന്മാർ 3 പര്യായ പദങ്ങൾ ഇപ്പൊ മലയാള ഭാഷയ്ക്ക് സംഭാവന കൊടുത്തു. ആദ്യം കുമ്മനടിയായിരുന്നു, പിന്നെ വിഴിഞ്ഞത്തിന്റെ സമയത്ത് അത് ചന്ദ്രനടിയായി, ഇന്നത്തോടെ അത് അനൂപടിയായി. എന്റെ ചോദ്യം, ഛത്തീസ്ഗഡിലെ BJP പറഞ്ഞ ഇന്ന് പുറത്തുവിട്ട ആ കാർട്ടൂൺ, അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾ ഘോര മാർക്ക് വേണ്ടി വാദിക്കുന്നോ? ആ ക്രൈസ്തവ സന്യാസിനിമാർ മതപരിവർത്തനത്തിന് പോയവരല്ല എന്ന് പറയാൻ ഇവർക്ക് ധൈര്യമില്ല എന്ന് മാത്രമല്ല, ആ ജയിലിന്റെ മുറ്റത്ത് നിന്ന് ഇന്ന് ഷോൺ ജോർജ് പറയുന്നത് ഞാൻ കേട്ടത് എന്താ, ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്. പക്ഷെ ഈ 2 കന്യാസ്ത്രീമാർ അത് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഐസോലേറ്റഡ് ആയ സംഭവമായി മാറ്റി നിർത്തിയിട്ട് പരിശോധിക്കാണ് ഇവര്. യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അരുൺകുമാർ നമ്മൾ ആരും വിട്ടുപോയിക്കൂടാ. യഥാർത്ഥത്തിൽ ആ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ഇവരെ ക്രൂശിക്ക് എന്ന് ആർത്ത് വിളിച്ച ആ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടത് ഹെയ്റ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്, വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ്. ഒറ്റൊരു കാര്യം കൂടി ഡോക്ടർ, എനിക്ക് 1/2 മിനിറ്റ് മതിയാവും. 2023 ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ഒരു RPS ഓഫീസർ ചേതൻ സിംഗ്, അയാൾ 4 പേരെ വെടിവെച്ച് കൊന്നു. കണ്ണിൽ കണ്ടവരെ വെടിവെച്ച് വീഴ്ത്തുകയല്ല ഡോക്ടർ അരുൺകുമാർ, 4 കമ്പാർട്ട്മെന്റുകളിലൂടെ തോക്കേന്തി നടന്ന് വെടിവെച്ച് കൊന്നു. എന്തിനാണെന്നറിയോ? ആ ഇരിക്കുന്ന റെയിൽവേ കമ്പാർട്ട്മെന്റിൽ തൊപ്പി വച്ച മനുഷ്യരെ തരെയാണ്. വെടിയേറ്റ് മരിച്ച 4 പേരും മുസ്ലിംകളായിരുന്നു. തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് ഹിന്ദുസ്ഥാൻ മേ അഗർ ജീനാ ഹെ തോ മോഡി ഓർ യോഗിക്കോ വോട്ട് ദോ എന്ന ആ മനുഷ്യൻ അലറുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. ഞാൻ പറയുന്നു, അവിടെ മുസ്ലിങ്ങളായിരുന്നു, തലയിലെ തൊപ്പിയായിരുന്നു. ഇവിടെ നമ്മുടെ ക്രൈസ്തവ സന്യാസിനിമാരാണ്, അവരുടെ തിരുവസ്ത്രമാണ്. വിദ്വേഷത്തിന്റെ ഒരു ട്രെയിൻ ചിഹ്നം വിളിച്ച് നമ്മുടെ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ട്രെയിനിനെ പിടിച്ചു കെട്ടാൻ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ചിന്തിക്കാതെ മനുഷ്യരെന്നൊന്നിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത് എന്ന തിരിച്ചറിവ് കേരളത്തിനുണ്ടായാൽ ഛത്തീസ്ഗഡിന്റെ മണിപ്പൂരിന്റെ ഗതി കേരളത്തിന് വരാതിരിക്കും. മറുപടി പറയാം. അതിനു മുൻപ് എനിക്ക് ഫാദർ ടോം ഓലിക്കരോട്ടിലേക്ക് ഒന്ന് പോകണം. ഫാദർ ടോം ഓലിക്കരോട്ട്, ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മുടെ കന്യാസ്ത്രീകൾ വിധേയരായി, അവർക്കെതിരെ ഒരു നടപടി വേണ്ടേ? ഇന്നിപ്പോ നാരായൺപൂരിൽ ഈ 3 പെൺകുട്ടികളും SP ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മാതൃകാപരമായി ബജ്രംഗദൾ അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുമ്പോൾ അവരെയും ശിക്ഷിക്കേണ്ടതല്ലേ? ഈ പറയുന്ന അവർക്കെതിരെ അതിക്രമം കാണിച്ച ബജ്രംഗദൾ പ്രവർത്തകർ, അവർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നില്ലേ സഭ? ഫാദർ ടോം ഓലിക്കരോട്ട്. ഡോക്ടർ അരുൺ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. ഞാനിപ്പോൾ പ്രതിനിധീകരിക്കുന്നത് AD 52 മുതൽ കഴിഞ്ഞ 2000 വർഷമായിട്ട് കേരളത്തിൽ, ഭാരതത്തിൽ ജീവിക്കുന്ന സുറിയാനി ക്രൈസ്തവരുടെ സമൂഹത്തിന്റെ സിറോ മലബാർ സഭയുടെ പ്രതിനിധിയായിട്ടാണ്. ഭാരതത്തിന്റെ ആത്മാവുമായിട്ട് അത്രമേൽ അലിഞ്ഞു ചേർന്ന് ഈ സംസ്കാരത്തിന്റെ ഭാഗമായവരാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഭാരതത്തിലെ ഹൈന്ദവരോ മുസ്ലിങ്ങളോ അവരോടൊരു സംഘർഷത്തിൽ പോകാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം നമ്മൾ ജീവിച്ച ഒരു സഹവർത്തിത്വമുണ്ട്. സംസ്കാരങ്ങൾ പരസ്പരം വിനിമയം ചെയ്യപ്പെട്ടു, അതിൽ നിന്ന് സ്വീകരിച്ചു. അങ്ങനെ തന്നെയാണ് ഈ സഭ ഇവിടെ വളർന്നു വന്നത്. അപ്പോൾ ഇവിടെ അടുത്ത കാലത്തായി ക്രൈസ്തവ വിരോധം വളരുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഹൈന്ദവ സംഘടനകൾക്കുള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ബഹുമാന്യനായ ഉല്ലാസ് ബാബു അടക്കം ശ്രദ്ധിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടക്കം പിന്തുണ ചോദിച്ചുകൊണ്ടാണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതായത് നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അല്ല, മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന്റെ പരിതോവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കത്തോലിക്ക സഭ
റിലീജിയസ് ഫ്രീഡത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ പേര് ദിഞ്ഞിത്താതിസ് ഉമാനെ എന്ന് പറയുന്നതാണ്, മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിനകത്ത് വളരെ കൃത്യമായി കൺവേർഷനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കൺവേർഷൻ ടു ക്രിസ്ത്യൻ ഫെയ്ത്ത് മസ്റ്റ് ബി എ ഫ്രീ ആൻഡ് വോളണ്ടറി ആക്ട്. വളരെ സ്വതന്ത്രവും മനസ്സ് കൊടുത്തിട്ടുള്ളതുമായ ഒരു പ്രവൃത്തിയാവണം മതപരിവർത്തനം. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതമായി ഞങ്ങൾ ആരെയും മതം മാറ്റുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി നമ്മൾ പ്രതിവാദങ്ങൾക്കപ്പുറം എനിക്ക് പറയാനുള്ളത്, ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള ആകുലതയ്ക്ക്, ആശങ്കയ്ക്ക് എവിടെങ്കിലും ഞങ്ങൾ ക്രിസ്ത്യാനികളെ നിങ്ങളുടെ ശത്രുക്കളായിട്ടോ ഭാരതത്തിന്റെ ശത്രുക്കളായിട്ടോ നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, വി ആർ റെഡി ടു ഹാവ് എ ഡയലോഗ്. കാരണം വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലും ഇന്ന് സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നുണ്ട്. സംഭാഷണത്തിന്റെ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് പലതും ആ സ്പർദ്ധ അങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് സ്പർദ്ധയുടെ അഗ്നി ആളിക്കത്തിച്ച് അതിൽ അത്താഴം പാകം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നിരുത്സാഹപ്പെടുത്തണം. ഈ സഭ, സിറോ മലബാർ സഭ, ഭാരതത്തിലെ ക്രൈസ്തവർ നിങ്ങളോട് സംഭാഷണത്തിന് തയ്യാറാണ്. ഞങ്ങളുടെ സേവനങ്ങളുടെ സത്യാവസ്ഥ വെളിവാക്കുന്ന രീതിയിൽ എവിടെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന സംഭാഷണം നടത്തണം. മതങ്ങൾ തമ്മിലുള്ള ഈ തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാതെ ഇവിടെ വർഗീയതയുടെ മുന്നേറ്റങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഡോക്ടർ, ഇവിടെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്. നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ ആദ്യം ഞാനത് കൃത്യമായി സൂചിപ്പിച്ചു, അവർക്ക് മേലുള്ള കുറ്റപത്രം, ദുരുപദിഷ്ഠിതമായ കുറ്റപത്രം റദ്ദ് ചെയ്യപ്പെടണം. 2, അങ്ങനെ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചില ആൾക്കൂട്ടം നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണല്ലോ. അപ്പോൾ ആ നിയമം കയ്യിലെടുത്ത ആൾക്കൂട്ടത്തെ, പൗരന്റെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ, അവരെ വിചാരണ ചെയ്യാനും മാത്രം ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ ബലത്തിന്റെ പേരിൽ മുതിർന്ന ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കാതെ എങ്ങനെയാണ് ഈ 2 സന്യാസിനിമാർക്ക് നീതി കിട്ടുന്നത്? നമ്മൾ ശാകുന്തളത്തിലാണെന്ന് തോന്നുന്നു, ആശ്രമ മൃഗങ്ങളാണ് ഒരു ഓടാനാൻ പോലും അറിയാത്ത, പ്രതിരോധിക്കാൻ അറിയാത്ത ആശ്രമ മൃഗങ്ങൾ എന്നൊരു കൽപ്പനയുണ്ടല്ലോ. ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സ് ആശ്രമ മൃഗങ്ങൾക്ക് തുല്യരാണ്. അവരോട് കാണിക്കുന്ന ഇത്തരമുള്ള പ്രവൃത്തി മനുഷ്യത്വരഹിതമാണ്, സംസ്കാരശൂന്യതയാണ്. അപ്പോൾ അത് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഭാരതത്തിന്റെ ആത്മാവുമായി ചേർന്ന് കഴിഞ്ഞ 2000 വർഷം ജീവിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത്, എവിടെങ്കിലും നമുക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് തുറന്ന സംഭാഷണത്തിന് തയ്യാറാണ്. മതപരിവർത്തനം ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല, മനപരിവർത്തനം, ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിറവേറ്റാതിരിക്കാൻ ക്രിസ്ത്യാനി ആയിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അത് കൽത്തുറുങ്ക് കാണിച്ചാലോ കഴുമരം കാണിച്ചാലോ കർത്താവ് ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ അവൻ ആരാണ് എന്നുള്ളത്, അവന്റെ സുവിശേഷത്തിന്റെ സൗന്ദര്യം, അവനിൽ നിന്നൊഴുകിയ സ്നേഹം പറഞ്ഞു കൊടുക്കാതെയും ജീവിച്ചു കാണിക്കാതെയും ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സംഭാഷണത്തിന്റെ ഒരു ശൈലിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ സ്പർദ്ധയുടെ ഈ ഒരു അന്തരീക്ഷത്തിന് പരിഹാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉല്ലാസ് ബാബു BJP, ഫാദർ ടോം മോലിക്കരോട്ട് സീറോ മലബാർ സഭ PRO, റൈജി സുജോ കന്യാസ്ത്രീയുടെ സഹോദരി എന്നിവരാണ് നമ്മളൊപ്പം ചർച്ചയിലുള്ളത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഇന്നിപ്പോൾ തലശ്ശേരി രൂപതാ ബിഷപ്പ് പറയുന്നു, പാംപ്ലാനി പിതാവ് പറയുന്ന വാചകം ഇതാണ്: കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എടുത്ത നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു എന്നുള്ളതാണ് പാംപ്ലാനി പിതാവ് പറയുന്നത്. സഭയിലൊക്കെ അത്തരം ശബ്ദങ്ങൾ വന്നു തുടങ്ങി. വീണ്ടും BJP വിശ്വാസത്തിലെടുത്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാനിപ്പോ ഫ്ലൈറ്റ് കയറുന്ന തിരക്കിലാണെങ്കിൽ പോലും എനിക്ക് എന്റെ മനസ്സിൽ വന്ന ചോദ്യം, അതായത് ഛത്തീസ്ഗഡിലെ BJPയും കേരളത്തിലെ BJPയും രണ്ട് പാർട്ടിയാണോ? ദേശീയ BJPയുടെ ഭാഗമല്ലേ കേരളത്തിലെ BJP? രണ്ടാമത്തെ കാര്യം, പാംപ്ലാനി പിതാവും അതുപോലെ തന്നെ കുറച്ചു മുമ്പ് സംസാരിച്ച എന്റെ സ്നേഹിതൻ അച്ഛനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ സൗഹൃദത്തിന്റെ ഭാഷയൊക്കെ വെച്ച് നീട്ടിയാലൊന്നും അതിനോട് പ്രതിക്രിയ ചെയ്യുന്നവരല്ല ഇവരെ. ഗോൾവാൾക്കറിന്റെ പ്രത്യയശാസ്ത്രമാണ് ഇവരെ നയിക്കുന്നത്. ഗോൾവാൾക്കർ കൃത്യമായി പറയുന്നുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായി അവർ കരുതുന്നത് മുസ്ലിങ്ങളെ, ക്രൈസ്തവരെ, കമ്മ്യൂണിസ്റ്റുകാരെ. ആ തത്വം വെച്ചിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചർച്ചയുടെയോ സൗഹൃദത്തിന്റെയോ ഒരു ഹസ്തം നീട്ടിയാല് ഇവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്തേക്ക് ആനയിക്കാമെന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. അത് പാംപ്ലാനി പിതാവിനും വേണ്ട. എനിക്ക് എന്റെ മതപരിരക്ഷന്മാരായിട്ടുള്ള പിതാക്കന്മാരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്.
അതായത് കേരളത്തിൽ ലവ് ജിഹാദ് പോലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനോട് അല്പം ചേർന്ന് നിൽക്കാനുള്ള വ്യഗ്രത കാണിച്ച ഒരു കാലഘട്ടമുണ്ട്. സെപ്റ്റിക് ടാങ്കിലിടേണ്ട ഒരു സിനിമയെ സ്ക്രീൻ ചെയ്ത ഒരു ചരിത്രമുണ്ട് കേരളത്തില് രൂപതയുടെ നേതൃത്വത്തില്. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ സഹായഹസ്തവോ അല്ലെങ്കിൽ സൗഹൃദഹസ്തവോ നീട്ടിയാലൊന്നും ഇവരുടെ മനോഭാവത്തിലോ നിലപാടിലോ പ്രത്യയശാസ്ത്രത്തിലോ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1-1.5 വർഷം മുമ്പ്, ഖുറേഷി, അതായത് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഖുറേഷി ഉൾപ്പെടെ ഏതാനും മുസ്ലിം നേതാക്കന്മാര് RSSുമായി ചർച്ച നടത്തി. അങ്ങനെ RSSന്റെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ബുൾഡോസർ കയറിയത് ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി നിർത്തുക. അതായത് മതനിരപേക്ഷ ശക്തികളുമായി കൈകോർത്ത് പുരോഗമന ശക്തികളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർത്ത് തോൽപ്പിക്കുക അല്ലാതെ നിങ്ങൾ ഇതുപോലുള്ള നീക്കുപോക്കുകൾ നടത്താനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോകരുത്. എന്താ കാരണം? ഇവര് ഭയത്തിലാണ്. ഞാൻ പറഞ്ഞു തരട്ടെ, അതായത് പല ആൾക്കാരും പരസ്യമായി പ്രതികരിക്കാൻ മടിക്കുന്നത് കൊണ്ടാണ്. ഇനിയും ഇതുപോലുള്ള പീഡനങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കുമെന്നുള്ള ഭീഷണി ഉള്ളത് കൊണ്ടാണ്. എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ എന്റെ ഇപ്പൊ സംസാരിച്ച എന്റെ അച്ഛനോടൊക്കെ. അതായത് നിങ്ങൾ ഭയന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 2 കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിന് ഭാഗമായ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശക്തികളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ മതരാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ വിദ്വേഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങളും കൂടി മുന്നോട്ടിറങ്ങണം. അതിനാദ്യം ചെയ്യേണ്ട ഒരു കാര്യം, പരസ്പരം സംശയത്തിന്റെ ഒരു തരത്തിലുള്ള ലാഞ്ചനങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി ഇടവരുത്തരുത്. കേരള സമൂഹത്തിൽ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. കേരള സമൂഹത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ വട്ടമിട്ട് പറക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ഒന്നും നിങ്ങൾ തുണയ്ക്കാൻ നിൽക്കരുത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് തിരിച്ചറിവാണ്. ഇവിടെ എനിക്ക് ക്ലീമസ് തിരുമേനിയുടെ വാക്കുകളാണ് കുറച്ചും കൂടി ഉചിതമായിട്ട് തോന്നുന്നത്. ഈ ഒരു മുഹൂർത്തത്തിൽ തിരിച്ചറിവുണ്ടാകണം. മുമ്പോട്ടുള്ള പാത എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം, സ്പഷ്ടത വേണം. നീക്കുപോക്കിന്റെ ഒരു തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുത്. താങ്ക് യു ജോൺ ബ്രിട്ടാസ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, 1 മിനിറ്റ് മാത്രമേ എനിക്ക് സമയം അങ്ങേക്ക് അനുവദിക്കാൻ കഴിയൂ. അതിനുശേഷം എനിക്ക് 1 മിനിറ്റ് സമയം ഉല്ലാസ് ബാബുവിനും കൊടുക്കണം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സഭകളുടെ വാക്കുകളിലേക്ക് വീണ്ടും വിശ്വാസമാർജിക്കുന്ന ഭാഷയാണോ നമ്മളിപ്പോൾ കേൾക്കുന്നത്? അല്ല, ഈ അനുഭവങ്ങൾ മനുഷ്യരെ പാഠങ്ങൾ പഠിപ്പിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ സംഭവങ്ങളെ ആകെ ചേർത്ത് വെച്ച് പറയാൻ ശ്രമിച്ചത്. ഇപ്പൊ സഖാവ് ജോൺ ബ്രിട്ടാസ് ഉപയോഗിച്ച വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഡോക്ടർ അരുൺകുമാറും ജോൺ ബ്രിട്ടാസും ഒരു കാര്യം പറയുന്നത് പോലെ ഷിബു മീരാൻ പറഞ്ഞാൽ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാലല്ല ഇത്. വേറൊരു കാര്യമാണെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിനകത്തൊരു കമന്റ് പറയുന്നില്ല. എനിക്ക് ആകെ പറയാവുന്ന ഒരു കാര്യം, ഞങ്ങള് സ്വത്വത്തിന്റെ പേരിൽ, ഐഡന്റിറ്റിയുടെ പേരിൽ വേട്ടയാടപ്പെടുന്നവർ മനുഷ്യരുടെ ഹൃദയഭാരം നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഈ തിരുവസ്ത്രത്തിന്റെയും കൈലേന്തിയ ജപമാലയുടെയും പേരിൽ വേട്ടയാടപ്പെട്ട അവരോട് ഞങ്ങളുടെ പ്രസ്ഥാനം എല്ലാ ആഴത്തിലും ഐക്യദാർഢ്യപ്പെട്ട് നിൽക്കുന്നു. ഇതിനൊരു അറുതി വരുത്താൻ ഇന്ത്യയിൽ തിടം വെച്ച് നിൽക്കുന്ന വർഗീയ ഫാഷിസം എന്ന അധികാരത്തെ നമ്മൾ മനുഷ്യരാകെയും ഒറ്റക്കെട്ടായി നേരിടുകയല്ലാതെ നിവൃത്തിയില്ല. ഈ സാരോപദേശത്തിന്റെ ഭാഷ അവർക്ക് എത്രത്തോളം മനസ്സിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്, ആശങ്കയുണ്ട്. അത് ഞാനിവിടെ പങ്കുവെക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളാണ് ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡോക്ടർ ഉല്ലാസ് ബാബു, മറുപടി. അല്ല, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ അരുൺകുമാർ, നിങ്ങൾ ഇത് പൊക്കി പിടിച്ച് നടന്ന് കാവടി അടി തുടങ്ങിയിട്ട് കുറേ കാലം ഒരു സംഭവമില്ല. ഛത്തീസ്ഗഡ് സർക്കാർ, കേന്ദ്ര സർക്കാർ, BJPയുടെ കേരള നേതൃത്വം വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അത് നാളികേറിട്ടിട്ടുണ്ട്. അത് പറക്കിക്കൊണ്ട് ഓടാനായിട്ട് കോൺഗ്രസ് റോജിയും കൂടി അവിടെ നടപ്പാക്കി. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനൊന്ന് പൊക്കി പിടിക്കാൻ നിങ്ങൾ നോക്കി. നിങ്ങൾ 4 ദിവസമായിട്ട് കൊണ്ട് നടന്ന അത് പൊളിഞ്ഞു. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. കാരണം ഇത് 4 ദിവസം കൊണ്ട് തീറ്റയായിട്ട് കൊണ്ട് ഓടി വൈകാരികമായിട്ട് ഉപയോഗിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. നടന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തേണ്ടവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അനൂപ് ആന്റണിയെ മാലയിട്ട് സ്വീകരിച്ച്, ഷോളിട്ട് സ്വീകരിച്ചപ്പോൾ വിഷമം കൂട്ട നിങ്ങൾ പറഞ്ഞത് എന്തിന് ഇയാളെ സ്വീകരിക്കണം? അവർ മാലയിട്ടോ വെള്ളം കൊടുത്തിട്ടോ കോണകം കെട്ടിട്ടോ എങ്ങനെയോടെ സ്വീകരിച്ചു? താങ്കൾക്ക് എന്നത് കുഴപ്പമൊന്നേ. ഞങ്ങളുടെ അനൂപ് ആന്റണിയെ കുറിച്ച്, ഞങ്ങളുടെ കുമ്മനത്തെ കുറിച്ച് അല്ല, കോണകോ താങ്കൾക്ക് എന്തിനാ അരുൺകുമാറിന് ചൊറിഞ്ഞേ?
അരുൺകുമാർ ആരാണ് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെയും കുമ്മനം രാജശേഖരനെയും അനാവശ്യമായി പറയാൻ? ഹൂ ആർ യു? നിങ്ങൾക്ക് എന്ത് അധികാരം? ഞാൻ ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന പരിമിതികൾക്കുള്ളിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ. അനാവശ്യമായി വലിഞ്ഞു കയറി ആളുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചു. എനിക്കറിയേണ്ട ഒരു കാര്യം ഉല്ലാസ് ബാബു, താങ്കൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ? ഛത്തീസ്ഗഡിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? ഛത്തീസ്ഗഡിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഛത്തീസ്ഗഡിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ താങ്കൾക്ക്? അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇത് കേൾക്കൂ. താങ്കൾ കഴിഞ്ഞ 40 മിനിറ്റായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേറെ ഒന്നും താങ്കൾക്ക് പറയാനില്ലേ? ഛത്തീസ്ഗഡിലെ BJP-യുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയോ ഉല്ലാസ് ബാബു? 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 അത് കേൾക്കില്ല ഉല്ലാസ് ബാബു, അത് കേൾക്കില്ല. മാനവ തസ്കരും കെ ചരണോമ്മയും ആരാണ്? മാനവ തസ്കരും ജനങ്ങളെ തമ്മി തല്ലിച്ചു. ആരാണ് മാനവ തസ്കരും? അരുൺകുമാർ എന്ന് പറയപ്പെടുന്ന താങ്കൾ ആരാണ്? മാനവ തസ്കരും ഇന്ന് ജാമ്യം കിട്ടിയതിനുള്ള വീർപ്പും ആരാണ്? മാനവ തസ്കരും കാണിച്ചത് അനൂപ് ആന്റണിയെ കാണുമ്പോ ചൊറിയണ്ട. ആരാണ് മാനവ തസ്കരും? കുമ്മനം രാജശേഖരനും ഹെഡ്സെറ്റ് ഊരി കളഞ്ഞിട്ടാണ് ഉല്ലാസ് ബാബുവിന്റെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ, പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഛത്തീസ്ഗഡിലെ BJP, അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ചുള്ളൂ. ഹെഡ്സെറ്റ് ഊരി കളഞ്ഞ ആളുടെ ശബ്ദം പിന്നെ നമ്മൾ എന്തിനാ കേൾപ്പിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ടും കൂടി കേൾക്കാൻ പറ്റണ്ടേ? ഇത് BJP-യുടെ മൻ കി ബാത്ത് അല്ലല്ലോ, ഉല്ലാസ് ബാബുവിന്റെ മൻ കി ബാത്ത് അല്ലേ ഈ പരിപാടി? ഉല്ലാസ് ബാബുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, ഈ മാനവ തസ്കരും കെ ചരണോമ്മയും കോൺഗ്രസ് പാർട്ടി ദാ പോയി. ആ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഉല്ലാസ് ബാബു ഇറങ്ങിപ്പോയി. മാനവ തസ്കരവും കെ ചരണോമ്മയും കോൺഗ്രസ് പാർട്ടി. മാനവ തസ്കരവും എന്നെഴുതി ഈ കന്യാസ്ത്രീകളുടെ ഫോട്ടോ ഇട്ട് പ്രദർശിപ്പിച്ചത് ഇന്ന് രാവിലെ ഛത്തീസ്ഗഡിലെ BJP എന്ന് പറയുന്ന പാർട്ടിയാണ്. ഛത്തീസ്ഗഡിലെ BJP പാർട്ടിയും ഉല്ലാസ് ബാബുവിൻ്റെ പാർട്ടിയും ഒന്ന് തന്നെയാണോ? ഒറ്റ ചോദ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഉല്ലാസ് ബാബുവിന് മറുപടിയില്ല. പ്രേക്ഷകർക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ആ ഫ്രെയിം കാണാം. അവിടെയാണ് BJP-യുടെ നേതാവ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ടായിരുന്നത്. അതൊരു സാങ്കല്പിക ഉത്തരമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഉത്തരം പറയാൻ ആ കസേരയിൽ ഉല്ലാസ് ബാബു ഇല്ല. ഉല്ലാസ് ബാബു ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. Debate with Dr. Arun Kumar.